വെൽക്കം ബാക്ക് ടു ഇസാലം ലേണിംഗ്. അപ്പൊ നമ്മളിത് ഓണം എക്സാമിന്റെ ഒരു സീസണിലാണ്. അപ്പൊ മിസ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഓണം എക്സാമിലേക്കുള്ള പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒബിയസ്ലി നിങ്ങൾക്ക് ഓണം എക്സാം ഇല്ല, കാരണം പ്ലസ് ടുക്കാർക്കാണ് ഗവൺമെന്റിന്റെ ടൈം ടേബിൾ വെച്ചിട്ട് ഓണം എക്സാം ഒക്കെ നടന്നത്. നിങ്ങൾക്ക് സ്കൂളുകാർ നടത്തുന്ന ഓണം എക്സാം ആയിരിക്കും. ചില സ്കൂളുകൾ യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ചാപ്റ്റർ ആണോ പഠിപ്പിച്ചത് ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഇടാം. സൈലത്തിന്റെ വക നിങ്ങൾക്ക് ഒരു ഓണം എക്സാം ഉണ്ടായിരിക്കും. ഇപ്പൊ രാവിലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കമ്മ്യൂണിറ്റിയിലൊക്കെ അവൈലബിൾ ആവും. അതിനുശേഷം അന്നേ ദിവസം വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, ആൻസർ കീ ഡിസ്കഷൻ ആയിട്ട് വരും. സോ ഇന്ന് മിസ് പറയാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സിലെ ഇമ്പോർട്ടന്റ് ഓണം എക്സാമിലേക്കുള്ള പോർഷൻസിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്ററും ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റിലെ ആദ്യത്തെ 2 ചാപ്റ്ററുമാണ് നമ്മുടെ ഓണം എക്സാം പോർഷനിലേക്ക് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ പഠിക്കണം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ നിങ്ങൾ ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ചോദ്യമാണ്. ഈ ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചുരുക്കമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം അല്ലെ? എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് പ്രോബ്ലത്തിനെ മനസ്സിലാക്കി എക്കണോമിക് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻസ് ഉണ്ടാക്കാൻ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് നമുക്കൊരു ഡേറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റയെ മനസ്സിലാകുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാസ് ഡേറ്റ ആണെങ്കിൽ, കിട്ടുന്നത് വലിയ ഡേറ്റ ആണെങ്കിൽ ഇൻറ്റു ഫ്യൂ ന്യൂമറിക്കൽ മെഷേഴ്സ് ചെറിയ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയബിൾസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ചെയ്യുന്നല്ലേ? ആ ചേഞ്ചിനെ മെഷർ ചെയ്യാൻ പറ്റുന്നത് വേരിയബിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻകം കൂടി, എനിക്ക് അളക്കാൻ പറ്റുമല്ലോ. എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, എനിക്ക് അളക്കാൻ പറ്റുമല്ലോ. സോ ഇൻകം എക്സ്പെൻഡിച്ചർ ഒക്കെ എന്താണ്, വേരിയബിൾസ് ആണ്. അപ്പോൾ ഓരോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനും സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ. സോ ഇത്രയേറെ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിസ്റ്റിക്സിനുണ്ട്. 4 മാർക്കിന് 3 മാർക്കിന് 2 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി ഇതിനകത്തുള്ളത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഡേറ്റ ആണ് കേട്ടോ. അത് നമുക്കറിയാം, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്നതാണ്, അതായത് എണ്ണാൻ കഴിയാത്ത ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കോ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സിംഗുലർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ സെൻസിലേക്ക് വരുമ്പോൾ വെറും ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇതില് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ലൈഡ് ഉൾപ്പെടുത്തി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ചാപ്റ്റർ എടുക്കേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കളക്ഷൻ ഓഫ് ഡേറ്റ. കളക്ഷൻ ഓഫ് ഡേറ്റ നമുക്കറിയാം വലിയൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും ഇത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് പ്രൈമറിയും സെക്കൻഡറിയും ഡേറ്റ നമ്മൾ ഡിഫറൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്. ബൈ ദ വേ സെക്കൻഡറി ഡേറ്റ എന്താണ്? സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് അല്ലെ, നമ്മൾ ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ഉപയോഗിച്ച ബൈക്കാണ് സെക്കൻഡ് ഹാൻഡ് ഡേറ്റ അല്ലെ. സെക്കൻഡ് ഹാൻഡ് ഡേറ്റ എന്ന് പറയുന്നത് ഓൾറെഡി ആരോ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റയാണ് സെക്കൻഡ് ഹാൻഡ് ഡേറ്റ. അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ. ഒരു നല്ല ചോദ്യാവലി എങ്ങനെയായിരിക്കണം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലെ. അത് വലുതാവാൻ വേണ്ടി പാടില്ല, ആംബിഗ്വസ് സംശയം ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടില്ല, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ജനറൽ ആയുള്ള ടോപ്പിക്കിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യനെയറിന് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് നിങ്ങൾ ഇത്രയും ക്വാളിറ്റീസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ആണ്. മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോണിക് ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ. ഇത്രയും കാര്യങ്ങളും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫുൾ ചാപ്റ്റർ എടുക്കേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ മെത്തേഡ്സ് 3 മെത്തേഡ്സ് ആണ് ഉള്ളതെന്നുള്ളത് ഓർത്ത് വെക്കുക. ടെലിഫോണിക് ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, അതേപോലെ തന്നെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ നമ്മൾ മെയിൽ ചെയ്ത് പോസ്റ്റിൽ അയച്ചു കൊടുക്കുകയാണ്. ഇനി പൈലറ്റ് സർവേ. എന്താണ് മക്കളെ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. അതായത് നമ്മൾ ഒരു സർവേ നടത്താൻ പോകുന്നതിന് മുൻപേ ആ സർവേയിൽ ഉണ്ടാവുന്ന ചെലവിനെ അനുസരിച്ച്, അല്ലെങ്കിൽ ചെലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണോ,
ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആണോ, നമ്മൾ ചോദ്യം ചോദിക്കുന്ന ആളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പൈലറ്റ് സർവേ നടത്തുന്നത്. അതായത് ഒരു എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് ഇറക്കുന്നതിന് മുന്നേ നമുക്കൊരു പൈലറ്റ് എപ്പിസോഡ് തരും. അപ്പം പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ബാക്കി എപ്പിസോഡ് നടത്തും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. അതിനെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കണം. മിക്കപ്പോഴും 3 മാർക്കിന് ഇല്ലെങ്കിൽ 1 മാർക്കിന് ഇല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി സാമ്പിൾ സർവേയും സെൻസസ് സർവേയും തമ്മിൽ വ്യത്യാസം വളരെ സിമ്പിൾ ആണ്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു തൃശ്ശൂരുള്ള എല്ലാരെ പറ്റി അഗ്രികൾച്ചർ ലേബേഴ്സിനെ പറ്റി പഠിക്കാൻ, കേരളത്തിലുള്ള അഗ്രികൾച്ചർ ലേബേഴ്സിനെ പറ്റി പഠിക്കാനാണെങ്കിൽ എല്ലാരെയും നമ്മൾ ഉൾപ്പെടുത്തും. അതാണ് സെൻസസ്. ആരെയും നമ്മൾ വിട്ടുപോകില്ല. സാമ്പിളിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം, നമ്മൾ ഒരു പ്രത്യേക റീജിയൻ മാത്രം എടുക്കും. എക്സാമ്പിൾ തൃശ്ശൂരുള്ള കർഷകരെ മാത്രം എടുക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും പോകാൻ പറ്റില്ല, അല്ലെ, നമുക്ക് ഒരുപാട് സമയമില്ല. അങ്ങനെയുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ സർവേ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സെൻസസ് സർവേന്റെ വേറെ പേരെന്താണ്, കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. നമ്മൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി. അതായത് ഇപ്പൊ ഞാൻ അഗ്രികൾച്ചർ ലേബേഴ്സിനെ പറ്റിയാ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ലേബേഴ്സ് ആണ്. ഓക്കെ, അപ്പം ആ പോപ്പുലേഷനുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തി ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് സെൻസസ് സർവേ. എന്നാൽ അതിൽ നിന്ന് പ്രത്യേകം ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ മാത്രം എടുത്ത് സാമ്പിൾ എടുത്തിട്ട് അതിനെ നടത്തുന്ന ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോൺ സാമ്പിളിംഗ് എററും ഉണ്ട്, സാമ്പിളിംഗ് എററും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്കുള്ള അടുത്ത ചാപ്റ്റർ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് എത്ര തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്രോണോളജിക്കൽ അല്ലെ, കാലക്രമം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ അല്ല, എന്താണ് ജോഗ്രഫിക്കൽ, നമ്മളൊരു സ്ഥലം അനുസരിച്ച് ഡേറ്റ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് സ്പേഷ്യൽ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് അല്ലെ, അളക്കാൻ പറ്റാത്ത ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ഡേറ്റ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് കേട്ടോ മക്കളെ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അളക്കാൻ പറ്റുന്ന ഡേറ്റ ആണ്. എന്താണ് അളക്കാൻ പറ്റുന്ന ഡേറ്റ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എപ്പോഴും ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും അല്ലെ. ഇങ്ങനെ കുറേ നമ്പേഴ്സ് തന്നിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളോട് പറയും. അപ്പൊ നമുക്കറിയാം ഒരു പ്രത്യേകം ക്ലാസ് ഇന്റർവൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഇങ്ങനെ ക്ലാസ് ഇന്റർവൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന അറിയാം അല്ലെ. ഏറ്റവും ചെറിയ നമ്പർ നോക്കുക. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ നോക്കി കഴിഞ്ഞാൽ 6 അല്ലെ, 6 അല്ലേ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ആണ്. ഇനി ഏറ്റവും വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ നോക്കുന്ന സമയത്ത് 58 ആണ് തോന്നുന്നു അല്ലെ, 58. അതെ, 58 ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ 6ഉം 58 വലിയ നമ്പറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ഇന്റർവൽ എടുത്തിട്ട് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. 60 വരെ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ ക്ലാസ്സിൽ ഏതൊക്കെ നമ്പർ വരുന്നു, ഇപ്പൊ 12 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും അല്ലെ. അങ്ങനെ ടാലി മാർക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. 5ആമത് നമ്മൾ എന്ത് ചെയ്യുക, വെട്ടുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ക്ലാസ് നൽകിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തിൽ പോകും അല്ലെ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഈ ലെങ്ത്തിൽ പോകും. അത്ര ലെങ്ത് നിങ്ങൾ കാണൂലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആണ്, ഇത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനും ടാലി മാർക്ക് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയുള്ള ചോദ്യമാണ് എന്താണ് ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും. അതായത് നമുക്കൊരു ക്ലാസ് ഇൻക്ലൂസീവിൽ തന്നിട്ട് എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി പറയും. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ഇത് എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവ് ആണ്. എങ്ങനെ മനസ്സിലായി? ഒരു ക്ലാസിന്റെ, അതായത് ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂസീവ്. ഇവിടെ 7 ആണ് വരുന്നതെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് എക്സ്ക്ലൂസീവ് ആക്കിയാലോ. അപ്പൊ എങ്ങനെയാ നോക്കിയേ, രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തമ്മിൽ ഡിഫറൻസ് എടുക്കുക. എത്ര കിട്ടി? 1. കിട്ടിയ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടി? 0.5. ഈ കിട്ടിയ 0.5നെ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യുക, എല്ലാ അപ്പർ ലിമിറ്റിന്റെ കൂടെയും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ ലോവർ ലിമിറ്റിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 അതേപോലെ ഇരിക്കും. 7ന്റെ കൂടെ കൂട്ടി 7.5, 8 മൈനസ് ചെയ്ത 7.5, 14.5, 14.5, 21.5 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ
കിട്ടും. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലേക്കാണ്. അവിടെ നമുക്കുള്ളത് 2 ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് മിസ് കൊടുത്തിട്ടുള്ളത്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് പീരീഡിൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നന്റ്, നിശ്ചലമായിരുന്നു നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലെ. ലാൻഡ് റവന്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു, അതേപോലെ ടെക്നോളജിയുടെ യൂസ് ഭയങ്കര കുറവായിരുന്നു, ഫെർട്ടിലൈസർ ഒന്നും അധികം ഉപയോഗിച്ചില്ല. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം. ഇനി ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ലിറ്ററസി റേറ്റ് കുറവായിരുന്നു, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരുന്നു, ഫീമെയിൽ ലിറ്ററസി ഇല്ലായിരുന്നു, പോവേർട്ടി ഭയങ്കര കൂടുതലായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇമ്പാക്ട് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ. എങ്ങനെയാണ് വ്യവസായ മേഖലയെ ബ്രിട്ടീഷുകാർ ബാധിച്ചത്? നല്ല മാറ്റമൊന്നും അല്ല, മോശം മാറ്റം തന്നെയാണ്. അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ ചാപ്റ്ററിന് ചോദിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കുപേഷൻ സ്ട്രക്ചറുമാണ്. ഒക്കുപേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ടേബിൾ ആണ് പഠിച്ചു വെക്കേണ്ടത്. ആ ടേബിൾ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇതേ ടേബിൾ. അഗ്രികൾച്ചറിൽ എത്ര ശതമാനം ഓഫ് ആൾക്കാർ വർക്ക് ചെയ്തിരുന്നു ബ്രിട്ടീഷ് പീരീഡിൽ? മാനുഫാക്ചറിങ് അതായത് സെക്കൻഡറി സെക്ടറിൽ എത്ര ശതമാനം ആൾക്കാർ വർക്ക് ചെയ്തിരുന്നു? ടെറിഷറി സർവീസ് സെക്ടറിൽ എത്ര ശതമാനം ആൾക്കാർ വർക്ക് ചെയ്തിരുന്നു? ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ, റെയിൽവേ, പോസ്റ്റ്, ഇൻലാൻഡ് ട്രേഡ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇനി നമുക്കുള്ളത് ഇന്ത്യൻ എക്കോണമി ഫ്രം 1950 to 1990 ആണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ തന്നെയാണ്. എന്തൊക്കെയാണ്? ഗ്രോത്ത്, equity, modernization, self-reliance. ഇത് പഠിക്കാൻ നമ്മളൊരു സിമ്പിൾ കോഡ് പഠിച്ചു. ജേംസ്, ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്. ഇനിയുള്ളത് ലാൻഡ് റിഫോംസും ഗ്രീൻ റവല്യൂഷനുമാണ് അല്ലെ. ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലാൻഡ് സീലിങ്സ്, അതായത് ജമീന്ദാരിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് ആരാണോ മണ്ണിൽ പണിയെടുക്കുന്നത് അയാളാണ് ടില്ലർ എന്ന് വിളിക്കുന്നത്, അയാൾക്ക് ലാൻഡ് കൊടുക്കുക. ഇങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ലാൻഡ് റിഫോം വന്നത്. പക്ഷെ നല്ല രീതിയിലാണോ നടപ്പായത്? അല്ലെ. ചില സംസ്ഥാനങ്ങൾ മാത്രം നല്ല രീതിയിൽ വന്നു, എന്നാൽ ചില സംസ്ഥാനങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്താണ്? HYV സീഡ്സ്, ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെ. അതായത് കെമിക്കൽ ആയിട്ടുള്ള കീടനാശിനികളും കെമിക്കൽ ആയിട്ടുള്ള അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. ഇത് വെറും ഒരു വീറ്റ് റവല്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഗ്രീൻ റവല്യൂഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും പഠിക്കുക. ഒരു തരത്തിൽ നോക്കിയാൽ ഗ്രീൻ റവല്യൂഷൻ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു നമുക്ക് പറയാം. പക്ഷെ മറു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് എന്താണ്? IPR 1956, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. 1956 ഇറക്കിയ റെസൊല്യൂഷൻ ആണ്. ഈ റെസൊല്യൂഷൻ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്കെഡ്യൂൾ എ, സ്കെഡ്യൂൾ ബി, സ്കെഡ്യൂൾ സി. സ്കെഡ്യൂൾ എ എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ സ്റ്റേറ്റ്. ഫുള്ള് കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഇൻഡസ്ട്രീസിന്റെ കൺട്രോൾ സ്റ്റേറ്റിന്റെ കയ്യിലാണ്. ഇപ്പോഴത്തെ പ്രൈവറ്റിന് ചെറിയൊരു പാർട്ട് ഉണ്ടെങ്കിലും മൊത്തത്തിൽ കൺട്രോൾ സ്റ്റേറ്റിന്റെ കയ്യിലാണ് ബിയില്. പക്ഷേ സിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാണ് ഉള്ളത്. ഇങ്ങനെ 3 എന്തുണ്ട്? സ്കെഡ്യൂളുകളുണ്ട്, പാർട്ട് ഉണ്ട് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ അല്ലേ. ഇനി നമുക്കുള്ളത് എന്താണ്? സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിക്കണമെങ്കിലും നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട പോയിന്റ് കാർവേ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഇത് എന്ത് ചെയ്തത്? പ്രൊമോട്ട് ചെയ്തത്. അപ്പൊ ഏത് കമ്മിറ്റി പ്രൊമോട്ട് ചെയ്തെന്ന് ചോദിക്കും? കാർവേ കമ്മിറ്റി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കും? കാർവേ കമ്മിറ്റി. എങ്ങനെയും വളച്ചും തിരിച്ചും ആ ചോദ്യം ചോദിക്കാം. സോ ഈ 5 ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് മിസ് ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഒരുപാട് സ്പീഡിലായിരിക്കും മിസ് പോയിട്ടുണ്ടാവുക. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1-2 മണിക്കൂറിലേക്ക് പോയി പോകും. കാരണം 5 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. സോ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല, ഈ ചാപ്റ്റർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിരിക്കണം. അപ്പൊ ഫുൾ മാർക്കൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാരല്ലേ, നമ്മൾ എല്ലാവരും ഫുൾ മാർക്കിലേക്ക് നോക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ചാപ്റ്റർ എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ സൈലത്തിന്റെ വക ഇനിയും ഒരുപാട് റിവിഷൻ ക്ലാസ്സുകളൊക്കെ വരും. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.